ഓട്സ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല സൂപ്പർ പായസം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് 1 കപ്പ് ഓട്സ് എടുത്ത് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ട് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് രണ്ടാം പാലാണ് കേട്ടോ. ഒരു വലിയ നാളികേരത്തിൻ്റെ പാലാണ് എടുത്തത്. അപ്പോൾ 1.5 കപ്പ് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് രണ്ടാം പാൽ അത് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർക്കുക. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആദ്യം ഒന്ന് തിള വരുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓട്സ് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളൊരു 150 ഗ്രാം ശർക്കര, 100 തൊട്ട് 150 ഗ്രാം വരെ എടുക്കാം. അത് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ നമുക്കത് 1 കപ്പ് കിട്ടി കേട്ടോ. 1 കപ്പ് ശർക്കരപ്പാനി കിട്ടി. 150 ഗ്രാം ശർക്കര കേട്ടോ. 1 കപ്പ് ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചിട്ട് വീണ്ടും സിമ്മിൽ തന്നെ വെച്ചാൽ മതി. കാരണം ഇത് അധികം വെള്ളമൊന്നുമില്ല. ഇതെങ്ങനെ വറ്റി കട്ട പിടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഒരു 3 മിനിറ്റും കൂടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഓട്സ് വേവട്ടെ. അപ്പോൾ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, 1.5 കപ്പ് ഒന്നാം പാലിട്ട് അത് ഒരു വലിയ നാളികേരമാണ് എടുത്തത്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ 1.5 കപ്പ് നാളികേരപ്പാലും കട്ടിയുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒന്നാം പാൽ എടുക്കാനായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് അത് അധികം തിളപ്പിക്കണില്ലല്ലോ. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്നാം പാൽ എടുത്താൽ മതി കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളയ്ക്കേണ്ട. സിമ്മിൽ തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 5-6 ഏലക്കായ എടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ പായസത്തിലിടുന്ന പോലെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിച്ചേർക്കുക. ഇത് നല്ല സൂപ്പർ പായസമാണ് കേട്ടോ. ഇതിപ്പോൾ ഈ നാളികേരപ്പാലിന് പകരം നമുക്ക് പശുവിൻ പാലിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓട്സ് വേവിക്കുമ്പോൾ വെള്ളത്തിൽ വേവിച്ചാൽ മതി. നമ്മൾ ഓട്സ് 2 കപ്പ് രണ്ടാം പാലിൽ വേവിച്ചില്ലേ, അതിന് പകരം 2-3 കപ്പ് പച്ചവെള്ളത്തിൽ വേവിക്കുക. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഈ പാല് ചേർക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള ലൂസാക്കുക.